നമസ്കാരം. ഏതാനും ദിവസം മുമ്പ് ഒരു വാർത്ത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നു. പുതിയതായി ചുമതലയേറ്റ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ 2017 മുതൽ നിർത്തിയിരിക്കുന്ന ആശ്രിത നിയമനം പുനഃസ്ഥാപിക്കുന്നു എന്നതായിരുന്നു വാർത്ത. ആശ്രിത നിയമനം വഴി നിരവധി ആളുകൾക്ക് ആശ്വാസം ലഭിക്കും എന്ന തരത്തിൽ വാർത്ത പുറത്തു വന്നു. CP ജോണിന് സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിലധികം കയ്യടിയും കിട്ടി. വാസ്തവത്തിൽ ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊക്കെ ആദരവ് തോന്നേണ്ടതാണ്. സർവീസിലിരിക്കവേ മരിച്ചു പോകുന്നവരുടെ അടുത്ത ബന്ധുക്കൾ സർവീസിൽ കയറുന്ന ആശ്രിത നിയമനത്തെ അങ്ങ് തള്ളിപ്പറയുക സാധ്യമല്ല. കാരണം പെട്ടെന്ന് ഒരു കുടുംബത്തിലെ വരുമാനം നിലച്ചു പോകുമ്പോൾ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അതുവരെ ജോലി ചെയ്ത സ്ഥാപനത്തിനുണ്ട് എന്നത് ഒരു മാനുഷിക ധർമ്മമാണ്. അതുകൊണ്ടാണ് ആശ്രിത നിയമനത്തിന് അംഗീകാരം കിട്ടുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും അധികം ദുരുപയോഗിക്കുന്ന ഒരു രീതിയായി ആശ്രിത നിയമനം മാറിയിരിക്കുന്നു എന്ന് CP ജോണോ VD സതീശനോ ഇനിയും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സുപ്രധാനമായ വീഡിയോ ചെയ്യുന്നത്. ആശ്രിത നിയമനം ഒരു തരത്തിൽ സംവരണമാണ്. അതുകൊണ്ട് തന്നെ 5% കൂടുതൽ ആശ്രിത നിയമനം നടത്തരുത് എന്നാണ് പൊതുവെയുള്ള ചട്ടം. ഒരാളുടെ ബന്ധു മരിച്ചാൽ അവർക്ക് നിയമനാവകാശമുണ്ടെങ്കിലും PSC പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവരെ പോലെ അടുത്ത നിയമനം വരെ അവർ കാത്തിരിക്കണം. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ആശ്രിത നിയമനം മരണശേഷം ഏറെ വൈകാതെ തന്നെ സംഭവിക്കുന്നു. ഇതിനെ ദുരുപയോഗിക്കുമ്പോൾ അത് മെറിറ്റിനെ മറികടക്കുന്നു. ഇങ്ങനെ ഏറ്റവും അധികം ദുരുപയോഗം നടക്കുന്നത് KSRTCയിലാണ്. 2017 ടോമിൻ തച്ചങ്കരി KSRTC CMD ആയപ്പോഴാണ് ഈ ദുരുപയോഗം തടയുന്നതിന് വേണ്ടി തൽക്കാലത്തേക്ക് ആശ്രിത നിയമനം നിർത്തിവെച്ചത്. അങ്ങനെ നിർത്തിവെക്കേണ്ട കാര്യമൊന്നുമില്ല. ദുരുപയോഗം തടഞ്ഞുകൊണ്ട് തന്നെ അർഹതപ്പെട്ട ജോലി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എങ്ങനെയാണ് ഈ ദുരുപയോഗം എന്ന് നോക്കാം. KSRTCയിൽ പ്രധാനമായും നിയമനം നടക്കുന്നത് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും മെക്കാനിക്കിൻ്റെയും പദവിയിലാണ്. ഈ 3 പദവിയിൽ നിന്നാണ് ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതും ഉയർന്ന പദവികളിലേക്ക് എത്തപ്പെടുന്നതും. കണ്ടക്ടറും ഡ്രൈവറുമാകുന്നവർ പിന്നീട് പ്രൊമോഷൻ കിട്ടുകയും വിദ്യാഭ്യാസം ഉണ്ടാവുകയും ചെയ്താൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വരെ ആവാനുള്ള സൗകര്യം KSRTCയിലുണ്ട്. അങ്ങനെ വേണോ എന്ന് ആലോചിച്ച് നോക്കേണ്ടത് തന്നെയാണ്. KSRTCയുടെ ഉന്നത മാനേജ്മെന്റിൽ പ്രൊഫഷണലുകൾ തന്നെ എത്തുന്നതായിരിക്കും ഉചിതം. പക്ഷെ നിലവിൽ അതിനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഇത് ആശ്രിത നിയമനത്തിന് വേണ്ടി ദുരുപയോഗിക്കപ്പെടുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ? കണ്ടക്ടറുടെയോ ഡ്രൈവറുടെയോ മെക്കാനിക്കിൻ്റെയോ പരീക്ഷ നടക്കുന്നതിന് തൊട്ടു മുൻപ് ധൃതി പിടിച്ച് അനേകം പേർക്ക് ആശ്രിത നിയമനം നൽകും. PSC ലിസ്റ്റ് നിലവിൽ വരുന്നതിന് ഒരാഴ്ച മുമ്പൊക്കെ ആവും ഇത്തരം ആശ്രിത നിയമനം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടക്ടറായും ഡ്രൈവറായും ജോലിക്ക് കയറുന്നവർ എക്കാലത്തും ആ പദവിയിൽ തന്നെ തുടരേണ്ടി വരും. മുകളിലേക്കുള്ള പ്രൊമോഷനൊക്കെ അവരെക്കാൾ മുമ്പ് ജോലിയിൽ കയറിയ ആശ്രിത നിയമനത്തിൽപ്പെട്ടവർക്കായിരിക്കും ലഭിക്കുക. ഇവരായിരിക്കും പിന്നീട് ഇൻസ്പെക്ടറായും എന്തിനേറെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും വരെ മാറുന്നത്. PSC പരീക്ഷ എഴുതി പാസ്സായ കണ്ടക്ടർമാരും ഡ്രൈവർമാരും സ്ഥിരം ആ പദവിയിൽ തന്നെ തുടരും. ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട്. ആശ്രിത നിയമനം കിട്ടുന്നവർക്ക് മിക്കവാറും 18-20 വയസ്സ് മാത്രമായിരിക്കും പ്രായം. എന്നാൽ PSC പരീക്ഷ എഴുതി ജോലിയിൽ കയറുന്നവരുടെ ശരാശരി പ്രായം 25-30 വയസ്സായിരിക്കും. ആ പ്രായത്തിൻ്റെ ആനുകൂല്യവും ഇവർക്ക് കിട്ടുമ്പോൾ വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമുള്ള പ്രൊമോഷൻ പോസ്റ്റുകളിൽ, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിൽ ഒരിക്കലും PSC എഴുതുന്നവർക്ക് എത്തപ്പെടാൻ കഴിയാതെ പോകുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഞെട്ടിക്കുന്നൊരു വാർത്ത ഞാൻ വായിച്ചു കേൾപ്പിക്കാം. KSRTCയിലെ ഉന്നത തസ്തിക ആശ്രിത നിയമനം 93%. ആശ്രിത നിയമന വ്യവസ്ഥകൾ KSRTC വൻതോതിൽ അട്ടിമറിച്ചതായി ആരോപണം. ഉന്നത ഉദ്യോഗസ്ഥരിൽ 93% പേരും ആശ്രിത നിയമനം നേടിയവരാണ്. 5% ഒഴിവുകൾ മാത്രം ആശ്രിത നിയമനത്തിന് മാറ്റിവെച്ചിരിക്കുകയാണ്. നിബന്ധനകൾ കാറ്റിൽ പറത്തി ഇവർ നിയമനം നേടിയത്. ആശ്രിത നിയമനങ്ങൾ മിനിസ്റ്റീരിയൽ വിഭാഗത്തിലായി കേന്ദ്രീകരിക്കായിരുന്നു. ആസ്ഥാന മന്ദിരമായ ചീഫ് ഓഫീസിലാണ് ഏറ്റവും കൂടുതൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ആശ്രിത നിയമനക്കാരാണ്. 1568 മിനിസ്റ്റീരിയൽ ജീവനക്കാരിൽ 1462 പേർ ആശ്രിത നിയമനം ലഭിച്ചവരാണ്. മേൽത്തട്ടിലെ സുപ്രധാന തസ്തികകളിൽ ഒന്നിൽ പോലും PSC നിയമനം ലഭിച്ചവരില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരിൽ 36 പേർ ആശ്രിത നിയമനത്തിലൂടെ 2 പേർ സ്പോർട്സ് കോട്ടയിലുമാണ് എത്തിയത്. സൂപ്രണ്ടുമാരിൽ 229 പേർ ആശ്രിത നിയമനക്കാരും മറ്റ് 11 പേർ സംവരണ നിയമനം നേടിയവരുമാണ്. സെലക്ഷൻ ഗ്രേഡ് അസിസ്റ്റന്റുമാരിൽപ്പെട്ട 25 പേരാണ് PSC വഴി നിയമനം ലഭിച്ച ഉന്നത തസ്തികയിലുള്ളത്. 92 ATOമാരിൽ 72 പേരും ആശ്രിത നിയമനം ലഭിച്ചവരാണ്. ATO വരെയുള്ള തസ്തികകൾ പരിഗണിക്കുമ്പോൾ 89 പേർക്കാണ് PSC വഴി നിയമനം ലഭിച്ചിട്ടുള്ളത്. ഇത് 5.7% മാത്രമാണ്. നോക്കൂ എന്തൊരവസ്ഥയാണെന്ന്. ഇപ്പോൾ ഈ കണക്ക്
97%. എന്ന് വെച്ചാൽ KSRTCയുടെ കോർപ്പറേറ്റ് ഓഫീസിലും ഉന്നത പദവികളിലും 97% പേരും, അതായത് 100-ൽ 97 പേരും ആശ്രിത നിയമനം വഴി എത്തിയവരാണ്. PSC പരീക്ഷയ്ക്ക് എഴുതിയവരെ തടഞ്ഞുകൊണ്ടുള്ള ഈ ആശ്രിത നിയമന രീതിക്കെതിരെ അതിശക്തമായ വികാരമുണ്ടാവുന്നു. KSRTCയിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഉന്നത പദവിയിലിരിക്കുന്ന പലരും ഇതേപോലെ തന്നെ ആശ്രിത നിയമനം വഴി എത്തി ഉന്നത തസ്തികകളിലേക്ക് വേഗത്തിൽ പ്രൊമോഷൻ കിട്ടിയവരാണ്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇപ്പോൾ കൊല്ലം കളക്ടറായിരിക്കുന്ന ആനി ജൂല തോമസ് പോലും ആശ്രിത നിയമനത്തിൽ ക്ലർക്കായി സെക്രട്ടേറിയറ്റ് ജോലിക്ക് കയറി പിന്നീട് IAS കൺഫർ ചെയ്ത് കളക്ടർ തസ്തികയിലേക്ക് എത്തിയതാണ്. കിഫ്ബി എന്ന കൊള്ളസങ്കേതത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഡോക്ടർ KM എബ്രാഹിമിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ആനി ജൂലയ്ക്ക് സിവിൽ സർവീസ് കിട്ടിയത് എന്ന് പോലും ആരോപണമുണ്ട്. KM എബ്രാഹിമിനെതിരെയുള്ള അനധികൃത സ്വത്തന്വേഷണ കേസ് സുപ്രീം കോടതി സ്റ്റേ മാറി അന്വേഷണ ദിശയിലെത്തുമ്പോൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ സർക്കാർ മാറിയ സമയം നോക്കി കൊല്ലം കളക്ടറായി നിയമിച്ചത്. 18-20 വയസ്സുള്ളപ്പോൾ സർവീസിൽ കയറുന്ന ഇത്തരക്കാരിൽ പലരും IAS പോലും എടുത്താണ് റിട്ടയർ ചെയ്യുന്നത്. ഇത് PSC മെറിറ്റിനെതിരെയുള്ള വെല്ലുവിളിയായി ചൂണ്ടിക്കാണിക്കുന്നു. ആശ്രിത നിയമനം അവസാനിപ്പിക്കേണ്ടതല്ല, അത് മാനുഷിക പരിഗണന വെച്ച് കൊടുക്കേണ്ടതാണ്. എന്നാൽ PSC പരീക്ഷ എഴുതുന്നവരെക്കാൾ പ്രൊമോഷനും മുൻഗണനയും ആശ്രിത നിയമനം ലഭിക്കുന്നവർക്ക് ഉണ്ടാവുന്ന സാഹചര്യം എന്തായാലും അതിന് തടയിടാൻ ഇപ്പോഴെങ്കിലും ശ്രമമുണ്ടാവണം. CP ജോൺ ഈ കെണിയിൽ വീണു പോവരുത്. VD സതീശൻ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.